നമസ്കാരം, ഞാൻ ലക്ഷ്മി. മില്ലറ്റ്സ് ഒരുപാട് തരം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. മില്ലറ്റ് എല്ലാം കൂടി ഒരുമിച്ച് കാണുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും കൺഫ്യൂഷനാവും എന്താ പേര് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മില്ലറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പേര്, മലയാളം പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മില്ലറ്റിൻ്റെയും കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മില്ലറ്റുകളിൽ കാണാൻ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു മില്ലറ്റാണിത്. പേൾ മില്ലറ്റ്, അല്ലെങ്കിൽ കമ്പ് എന്ന് പറയും മലയാളത്തിൽ. ഇതിനെ ബാജ്ര എന്നും പറയാറുണ്ട്. ഇത് ഗ്രേ കളറിലാണ് ഇരിക്കുക. അത്യാവശ്യം വലിയ മണികളാണ്. നമുക്കങ്ങനെ തെറ്റിപ്പോവുന്നില്ല, കാരണം എല്ലാത്തിനേക്കാളും വ്യത്യാസമാണിത്. അപ്പോൾ ടേസ്റ്റും അതെ, എല്ലാ മില്ലറ്റിനേക്കാളും വ്യത്യാസമാണ് ബാജ്രയുടെ ടേസ്റ്റ്. എനിക്ക് കഴിച്ചിട്ട് ഇതുവരെ കഴിച്ച മില്ലറ്റ് റെസിപ്പീസിൽ എനിക്ക് അധികം ഇഷ്ടപ്പെടാഞ്ഞ ഒരു ടേസ്റ്റ് ഈ ബാജ്ര മില്ലറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റിലൊന്ന് പറയണേ, കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് സാധാരണ തണവ് സമയങ്ങളിലാണ് കൂടുതൽ കഴിക്കുക, വിൻ്ററിൽ. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഇത് വെച്ചിട്ട് സ്ഥിരമായിട്ട് വിൻ്ററിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത് അധികം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, വിൻ്ററിൽ കഴിക്കുന്നതായതുകൊണ്ട്. അടുത്തതായിട്ട് കാണാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു മില്ലറ്റാണ് ജോവാർ. ഇതിന് സ്വർഗം എന്നും പറയും. അപ്പോൾ ഇതിന് മലയാളത്തിൽ മണിച്ചോളം എന്നാണ് പറയുക. ഇത് അത്യാവശ്യം വലിയ മുത്ത് പോലെയുള്ള മണികളാണ്. അപ്പോൾ ഇത് നമുക്കങ്ങനെ തെറ്റിപ്പോവുന്നില്ല, കാണാൻ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും നമുക്ക് അരിപ്പൊടിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. മില്ലറ്റ് ആദ്യമായിട്ട് കഴിച്ച് നോക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ ജോവാറിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ടേസ്റ്റ് അത്ര വ്യത്യാസം തോന്നില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം ഇതിൻ്റെ പൊടി വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴംപൊരിയിൽ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് ഈ ജോവാറിൻ്റെ പൊടി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഗ്ലൂട്ടനോട് അലർജി ഉള്ളത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് ജോവാറാണ് കൂടുതൽ യൂസ് ചെയ്യുക. മൈൽഡ് ടേസ്റ്റാണ് ഉള്ള മില്ലറ്റുകളിൽ ഏറ്റവും മൈൽഡ് ടേസ്റ്റ് ഉള്ളതാണ് ജോവാർ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ റാഗി. ഇതിന് പല സ്ഥലത്തും പല പേരുകളാണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് പുല്ല് എന്ന് പറയും, പലയിടത്തും മുത്താറി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അവിടെ റാഗിക്ക് പറയുക എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ബാക്കി മില്ലറ്റിനേക്കാളൊക്കെ കാണാൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, ഒരു റെഡ് കളറിലായതുകൊണ്ട് തന്നെ. ഇതാണ് കോഡോ മില്ലറ്റ്. ഇനി മലയാളത്തിൽ വരക് എന്നാണ് പറയുക. ഇതും തിനയും ഒക്കെ കാണാൻ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുക. തിന കുറച്ചും കൂടി ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണെങ്കിൽ ഇത് ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ, വളരെ ലൈറ്റായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും. ഇതും തിനയും ബർണിയാർഡ് മില്ലറ്റൊക്കെ ഏകദേശം ഒരുപോലെയാണ് കാണാനായിട്ടിരിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് പുലാവൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ലിറ്റിൽ മില്ലറ്റ് പോലെ തന്നെ കാണാൻ ഒരേപോലെ ഇരിക്കുന്നത് തന്നെയാണ് ഇതാണ് ഫോക്സ്ടെയിൽ മില്ലറ്റ്, തീന എന്ന് പറയും. ഇത് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷികൾക്ക് കൊടുക്കാനാണ് കൂടുതൽ ഉപയോഗിക്കാറ്. നമ്മൾ പക്ഷികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തൊണ്ടോട് കൂടിയിട്ടാണ് ഉപയോഗിക്കാറ്. നമുക്ക് ആ തൊണ്ട് ഡൈജസ്റ്റ് ആവില്ല. അപ്പം അതുകൊണ്ട് തൊണ്ട് കളഞ്ഞിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് വീട്ടിൽ തൊണ്ട് കളയാന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തൊണ്ടില്ലാത്തത് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഒരു മഞ്ഞ കളറാണ്, ലൈറ്റ് മഞ്ഞ കളറാണ്. കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും ചാമയും തിനയൊക്കെ, പക്ഷേ കളറിൽ ഇത്തിരി വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാണുമ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ് തിനയ്ക്ക് വരിക. ഇപ്പോൾ തിന വെച്ചിട്ടും ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഉപ്മാവും നമുക്ക് ചോറും ഒക്കെ വെച്ച് കഴിക്കാനായിട്ട് പറ്റും തിന. അപ്പോൾ തിന ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ളതാണ്, കിളികൾക്ക് കൊടുക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. റാഗി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതാണ് ചാമ, അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്. അപ്പോൾ ഇതിപ്പോൾ ധാരാളമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. ബാക്കി മില്ലറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് നമുക്കത്ര ഫീൽ ചെയ്യില്ല. ചില മില്ലറ്റുകൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇതിനങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ആദ്യമായിട്ട് കഴിച്ച് തുടങ്ങുന്നവർക്ക് ഇതും വേണമെങ്കിൽ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ബാക്കി എല്ലാ മില്ലറ്റിനേക്കാളും ചെറിയ ചെറിയ മണികളാണ് ഇതിൻ്റെ. പ്രോസോ മില്ലറ്റ് ഇപ്പോൾ ഈ പറയുന്ന മില്ലറ്റുകളൊക്കെ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. കുറച്ച് ഡിഫറൻസുകളേ ഉള്ളൂ.
പ്രോസോ മില്ലറ്റ് കുറച്ചും കൂടി വലിപ്പം കൂടുതലാണ് ബാക്കി മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റിനേക്കാളും ഒക്കെ. ഇതും തിനയാണ് മഞ്ഞ കളറിലിരിക്കണേ. അപ്പോൾ ഇത് മഞ്ഞ കളറിലാണ്. ഇതുപോലെ നമുക്ക് ഇതിൽ കാണുമ്പോൾ അത്ര കാണുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പ്രോസോ മില്ലറ്റ് നല്ല മഞ്ഞയാണ്. തിനയുടെനേക്കാളും മഞ്ഞയാണ് പ്രോസോ മില്ലറ്റ്. കുറച്ചും കൂടി വലിപ്പമുള്ള മണികളാണ് പ്രോസോൻ്റെ. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ബന്യാർഡ് മില്ലറ്റ്. ഇതിന് കവടപ്പുല്ല് എന്ന് പറയും, അല്ലെങ്കിൽ കുതിരവാലി എന്നൊക്കെ പറയും. ഇതും നമ്മുടെ ബാക്കി ഇപ്പോൾ പറഞ്ഞ കോഡോ അതൊക്കെ കാണാനായിട്ട് ഒരുപോലെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും. കളറിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ ഓരോന്നും കാണുമ്പോൾ. അപ്പോൾ ഇതും ഒരുപാട് നമ്മളിപ്പോൾ ഏകാദശി അങ്ങനത്തെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അരിഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പലരും ഇതുപോലെ മില്ലറ്റ് വെച്ചിട്ടുള്ള റെസിപ്പീസ് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനും ഒരുപാട് ഗുണങ്ങളുള്ളത് തന്നെയാണ്. ഇത് കാണുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്രീമിഷ് കളറിലാണ് ഇരിക്കുക. ഇനിയും ഇതുപോലെയുള്ള മില്ലറ്റ് വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം.